വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി. കോൺഗ്രസിനെ വീണ്ടും കുഴപ്പത്തിലാക്കി ശശി തരൂർ. മോദി ട്രംപിന് കീഴടങ്ങിയെന്ന രാഹുലിന്റെ പരാമർശം ശശി തരൂർ തള്ളുന്നു. ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വെടിനിർത്തലിന് ഇന്ത്യക്ക് ആരുടെയും പ്രേരണ ആവശ്യമായിരുന്നില്ലെന്നും ശശി തരൂർ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുകയാണ്. സ്വാതി, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങളിൽ നിരന്തരം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ശശി തരൂർ. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് തീർത്തും വിരുദ്ധമായ സമീപനം തരൂർ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിനെയും തരൂർ തള്ളിക്കളയുകയാണ്. ഒരു മൂന്നാമതൊരു ശക്തിയുടെ ആവശ്യം ഇന്ത്യക്ക് വന്നിട്ടില്ല കശ്മീർ വിഷയത്തിൽ എന്ന നിലപാടിലാണോ, എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയാണോ ഇവിടെ തരൂർ? തുടക്കം മുതൽ തന്നെ ഈ പെഹൽഗാമിന് പിന്നാലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ തുടർന്നുണ്ടായ വിദേശ പര്യടനത്തിൽ എല്ലാം തന്നെയും ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ പല തവണയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി മോദി ട്രംപിന് കീഴടങ്ങിയെന്ന രാഹുലിന്റെ പരാമർശത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിട്ടുള്ളത്. ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വെടിനിർത്തലിന് ഇന്ത്യക്ക് ആരുടെയും പ്രേരണ ആവശ്യമില്ലായിരുന്നു. പാകിസ്ഥാൻ എപ്പോഴാണോ അത് നിർത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ ഇന്ത്യയും തയ്യാറായിരുന്നു. പാകിസ്ഥാന്റെ അതേ ഭാഷയിൽ മറുപടി നൽകാൻ ഇന്ത്യക്ക് പ്രയാസമില്ല. ഭീകരവാദത്തിന്റെ ഭാഷ പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ അത്രയും കാലം ഇന്ത്യ സൈന്യത്തിന്റെ ശക്തി ഉപയോഗിക്കും. ഇതിൽ ഒരാളുടെയും മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശശി തരൂർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിക്ക് മുന്നിൽ ട്രംപിന് മുമ്പിൽ മോദി കീഴടങ്ങി എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പരാമർശം സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് ഈ പ്രസ്താവനയൊക്കെയും തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനയ്ക്ക് അനുകൂലമാകുന്ന തരത്തിൽ പിന്തുണ അറിയിക്കുന്ന ഒരു പരാമർശം ഇപ്പോൾ തരൂർ നടത്തിയിട്ടുള്ളത്. പൂർണ്ണമായും രാഹുലിന്റെ പരാമർശത്തെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന്റെ നിലപാടിനെ പ്രതികരണം, ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തെ തള്ളിയ ശശി തരൂരിന്റെ നിലപാടിൽ എന്തെങ്കിലും മറുപടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെയും കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. തുടക്കം മുതൽ തന്നെ ശശി തരൂർ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തി വരുമ്പോഴും ആ സാഹചര്യത്തിൽ പോലും മൗനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഇന്ത്യ പാക് സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് ഇതിൽ വലിയ വിമർശനം കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിരന്തരമായുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ശശി തരൂർ നടത്തുന്നത്. മനു, ശരി. സ്വാതി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടുമായി വീണ്ടും ശശി തരൂർ. കോൺഗ്രസിന്റെ നിലപാടിനെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ പ്രതിസന്ധി തരൂർ കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ വീണ്ടും കാണാൻ കഴിയുന്നത്.